വണ്ടി പണി മുടക്കി എന്നൊക്കെ പറയല്ലോ മുറി. അതിന് കുറേ കാരണങ്ങളുണ്ടാവും. അതിന് വണ്ടി കേടായി അല്ലെങ്കിൽ വണ്ടി പണി മുടക്കി എന്നൊക്കെ പറയാൻ സാധാരണ നമ്മൾ പറയുമല്ലോ, വണ്ടിക്ക് പണി കിട്ടി എന്നൊക്കെ പറയുമല്ലോ. അതിന് അറബിയിൽ പറയല്ലോ ഇങ്ങനെ താത്തൽ ചെയ്യാർ, താത്തലച്ച് എന്ന് പറയണം. പിന്നെ സാധാരണ താത്തൽ എന്നാണ്, ചെയ്യാറ് താത്തൽ, മുത്താത്തില എന്നൊക്കെ പറയും. താത്തൽ എന്ന് പറഞ്ഞാൽ എന്താക്കിയത് മുടങ്ങി എന്നാണ്. ഓക്കെ, താത്തൽ. അതിന് കുറേ കാരണങ്ങൾ. ഇപ്പോൾ ഇവിടെ പിന്നെ കഫർ, മാഫി ഹവാഫിൽ കഫർ, നമ്മൾ സാധാരണ നമ്മുടെ ആളുകൾക്കൊക്കെ പലപ്പോഴും തെറ്റ് വരുന്ന സംഗതിയാണ്. കഫറിൽ, അതായത് ടയറിനാണ് കഫർ എന്ന് പറയുന്നത്. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഇത്താർ എന്ന് പറയും. ഒറിജിനൽ അറബിയിൽ അഥവാ സാഹിത്യ അറബിയിൽ ഇത്താർ എന്നാണ് പറയുക. ചില സ്ഥലത്തൊക്കെ ഇത്താർ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ മാഫി ഹവ ഫിൽ ഇത്താർ, ടയറിൽ കാറ്റില്ല അങ്ങനെ പറയും. മാഫി ഹവ ഫിൽ ഇത്താർ, അല്ലെങ്കിൽ മാഫി ഹവ ഫിൽ കഫർ. അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് പറയാം, ഇപ്പോൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ, മരുഭൂമിയാണ് സഹറ അല്ലെങ്കിൽ ബത്തഹ, സഹറായിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കണം, അതിലെ കാറ്റ്, വണ്ടിയുടെ കാറ്റ് കുറക്കണം. ലാസിം ഖഫിഫ് ഹവ, ലാസിം ഖഫിഫ് ഹവ ലമ തംഷി ഫിൽ ബത്തഹ ലമ തംഷി അലൽ സഹറ, അലസഹറ. ഈ മരുഭൂമിയിലൂടെ പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കണം, വണ്ടിയുടെ കാറ്റ് കുറക്കണം. അപ്പോൾ ഇവിടെ ഹവ എന്നാണ് പറയാം, ഹവ. ഈയിടെ ഒരാൾ ഒരു ടയറിലെ കാറ്റ് അടിക്കണം എന്ന് പറയാൻ ലാസിം അബാ റീഹ് എന്ന് പറഞ്ഞിട്ട്, റീഹ് മാഫി ഫിൽ കഫർന്ന്, റീഹല്ല ഉപയോഗിക്കാൻ. റീഹനെ കൊടുങ്കാറ്റിനും കാറ്റിനുമാണ് ഉപയോഗിക്കുക. സാധാരണ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കടൽ പ്രദേശത്താണ്, മരുഭൂമി പ്രദേശത്താണ്. ഇവിടെ നല്ല കാറ്റുണ്ടെന്ന് പറയാൻ ഹിന ഹവ ഷദീദ്, ഹവ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടയറിലെ കാറ്റിനും ഹവ എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡിസൈഡിൽ പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒന്നാണ് ഖഫിഫ് അൽ ഹവ മിനൽ ഇത്താർ, ഖഫിഫ് ഹവ മിൻ കഫർ, കഫറിൽ നിന്ന് കാറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. ഖഫിഫ് എന്നാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ താത്തൽ ചെയ്യാറ, വണ്ടി പണി മുടക്കി എന്ന് പറയുമല്ലോ, അത് റിയലിയാണ്. അപ്പോൾ ഈ കാറ്റൊന്ന് കുറച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോകാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് ഇത്തരം നല്ല നല്ല വാക്കുകളെയും അറബികൾ സംസാരിക്കുന്ന സ്റ്റൈലിനെയും മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക. അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക. അസ്സലാമു അലൈക്കും.